ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 പുതിയ പാഠപുസ്തകമാണ്, നിങ്ങൾക്ക് അറിയാലോ. 2ാമത്തെ യൂണിറ്റിലെ മൗസ്ട്രോനോട്ട് എന്ന ചാപ്റ്റർ കേട്ടോ. 3rd ചാപ്റ്റർ 2nd യൂണിറ്റായ ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസിലെ മൗസ്ട്രോനോട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗസ്ട്രോനോട്ടിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. മലയാളത്തിൽ തന്നെ നമ്മളിതിൻ്റെ മീനിങ്സ് എല്ലാം പറയുന്നതായിരിക്കും. തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മളിതിൻ്റെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്യും, ആക്ടിവിറ്റീസും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൗസ്ട്രോനോട്ട്. The space shuttle is set for a launch and the astronauts are doing their last-minute training to prepare for the mission. NASA is sending along some special guests for this flight and they are training too. ഓക്കെ, അപ്പോൾ സ്പേസ് ഷട്ടിൽ, അതായത് ബഹിരാകാശ വാഹനത്തിനെയാണ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുക. നിങ്ങൾക്ക് അറിയാലോ, ബഹിരാകാശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനത്തിനെയാണ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുക. അപ്പോൾ ബഹിരാകാശത്തേക്ക് പോകാൻ ഒരു വാഹനം റെഡിയായി കഴിഞ്ഞു. ആസ്ട്രോനോട്ട്സ് എല്ലാം അതിൻ്റെ തിരക്കിലാണ്. ബഹിരാകാശ യാത്രികരാണ് ആസ്ട്രോനോട്ട്സ് കേട്ടോ. അവരെല്ലാം ലാസ്റ്റ് മിനിറ്റായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പക്ഷെ നാസ എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. നാസയാണ് ഇത് അയക്കുന്നത്. നാസ ആസ്ട്രോനോട്ട്സിൻ്റെ കൂടെ തന്നെ വേറെ ചില ആൾക്കാരെയും കൂടി, വേറെ ചില സ്പെഷ്യൽ ഗസ്റ്റിനെയും കൂടി ഈ യാത്രയിൽ പങ്കാളികളാക്കുന്നുണ്ട്. ആരാണ് അവർ? എലികളാണ് കേട്ടോ. വൺ മൗസ് ഈസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ്, ഹിസ് നെയിം ഈസ് മീറ്റിയോർ. അപ്പോൾ ഒരു എലി മറ്റെലികളെക്കാളും ചെറുതാണ്, അതിൻ്റെ പേരാണ് മീറ്റിയോർ. ദ അതർ മൈസ് നോ ഹി വോണ്ട് ബി ചൂസൺ ഫോർ ദിസ് ഇമ്പോർട്ടൻറ്റ് മിഷൻ. ബാക്കിയുള്ള എലികൾ കരുതും ഈ മീറ്റിയോറിനെ ഈ മിഷനിൽ, ഈ ഒരു യാത്രയിൽ അവർ സെലക്ട് ചെയ്യില്ല. ബട്ട് സംവൺ ഹാസ് ഹിസ് ഐ ഓൺ മീറ്റിയോർ ആൻഡ് ഹി വാസ് ഇംപ്രസ്ഡ് വിത്ത് ദ ലിറ്റിൽ മൗസ് ഹാർഡ് വർക്ക്. പക്ഷേ ആ ഒരു മിഷൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാൾക്ക് മീറ്റിയോറിൻ്റെ ഹാർഡ് വർക്ക് ഇഷ്ടമായിരുന്നു, അത് ഇംപ്രസ്ഡ് ആയിരുന്നു അതിൽ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് 6 mice വിൽ ബി സെലക്ടഡ് ഫോർ ദ ഫ്ലൈറ്റ്. അപ്പോൾ ഷട്ടിൽ കമാൻഡർ പെട്ടെന്ന് അനൗൺസ് ചെയ്യാണ്, നമ്മുടെ കൂടെ ഒരു 6 എലികളും കൂടി ഈ മിഷനിൽ പങ്കാളികളാണ്. ഓക്കെ, ആൻഡ് അതിൽ 5 എണ്ണം കണ്ടല്ലോ, വലുതാണ് കേട്ടോ, സ്ട്രോങ് ആണ്, ബിഗ്ഗസ്റ്റ് ആണ്. ഹി പിക്സ് 5 ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മൈസ്. ബട്ട് ഫോർ ദ 6th സ്പോട്ട്, പക്ഷെ 6ാമത്, ടു എവറി വൺ സർപ്രൈസ്, ഹി ചൂസസ് മീറ്റിയോർ. 6ാമത് സെലക്ട് ചെയ്തത് ആരെയായിരുന്നു? മീറ്റിയോറിനെ ആയിരുന്നു കേട്ടോ. എല്ലാവരും അത്ഭുതപ്പെട്ടു. All 6 are taken to their new home, a special cage called the mouse hotel. 6 പേരെയും ഒരു സ്പെഷ്യൽ കേജ് ഉണ്ട്, ഒരു കൂടുണ്ട്, അതിന് മൗസ് ഹോട്ടൽ എന്നാണ് പറയുക. അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ള മൗസൊക്കെ, ബാക്കിയുള്ള എലികൾക്കൊക്കെ കുറച്ച് നെർവസ്നെസ്സും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങി, അതായത് ഇവരിങ്ങനെ 10, 9, 8, 7 എണ്ണിയിട്ട് 1 പറഞ്ഞ് ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഇത് പൊങ്ങിപ്പോവുക ഈ വാഹനം. ബട്ട് നോട്ട് മീറ്റിയോർ. പക്ഷെ മീറ്റിയോർ ഭയന്നില്ല. അറ്റ് ഫസ്റ്റ് ദ മൈസ് ആർ പ്രസ്ഡ് ഫ്ലാറ്റ് അഗൈൻസ്റ്റ് ദ കേജസ് ബൈ ദ പവർ ഓഫ് ദ ലോഞ്ച്, ബട്ട് ദെൻ ദ പ്രഷർ ഗോസ് അവേ, ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. അപ്പോൾ ആദ്യം ഇത് പൊങ്ങുന്ന സമയത്ത്, ലോഞ്ച് വെഹിക്കിൾ പൊങ്ങുന്ന സമയത്ത് എല്ലാ മൈസും ഒരു കേജിൻ്റെ ഉള്ളിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രസ്സായിട്ട് ഇങ്ങനെ അതിൽ തന്നെ നിൽക്കും. ലോഞ്ച് ചെയ്യുന്നത് മേലേക്ക് ആയതുകൊണ്ട് ഇവർ അവിടെ തന്നെ നിൽക്കും. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കേജിൽ നിന്ന് ക്ലിങ് ആവാൻ തുടങ്ങി. ബട്ട് നോട്ട് മീറ്റിയോർ. മീറ്റിയോറിന് പക്ഷേ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. അത് പുറത്തേക്ക് വന്നപ്പോൾ നമുക്കിത് പൊങ്ങുന്ന ടൈമിൽ വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് എന്താണ്, നമ്മൾ ബഹിരാകാശത്തേക്ക് പോകും തോറും എയർ ഉണ്ടാവില്ല, ഗ്രാവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ഭാരം അറിയില്ല, വെയിറ്റ് അറിയില്ല കേട്ടോ. ഹേ ലിറ്റിൽ ഗായ്, ദ കമാൻഡർ സേസ് യു ആർ എ നാച്ചുറൽ, എ റിയൽ ലൈഫ് മൗസ്ട്രോനോട്ട്. അപ്പോൾ എന്ത് പറയും? കമാൻഡർ പറയുകയാണ്, എന്താണ്, യു ആർ എ നാച്ചുറൽ, എ റിയൽ ലൈഫ്, നീ ശരിക്കും ഒരു മൗസ്ട്രോനോട്ട് ആണെന്ന് പറയും. ഓക്കെ, മീറ്റിയോർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂർ ഓഫ് ദ ഷട്ടിൽ. മീറ്റിയോറിനെ ആ കൂടിൽ നിന്ന് പുറത്താക്കിയിട്ട് അത് ഇതുപോലെ ആ ഷട്ടിലിൽ ഫുള്ളായിട്ട് ഒരു ടൂർ നടക്കുന്ന പോലെ അതിന് കറങ്ങി നടക്കും. ഹി ക്യാൻ ഈവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. ദൂരെ അവന് എർത്ത് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ദ ആസ്ട്രോനോട്ട്സ് ആർ ഓൾ വെരി ബിസി ഡ്യൂറിങ് ദ 14-day ഫ്ലൈറ്റ്. 14 ദിവസത്തെ ഫ്ലൈറ്റ് ആണ്, 14 ദിവസമാണ് ഇവർ അവിടെ തങ്ങാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആസ്ട്രോനോട്ട്സ് എല്ലാം എന്താണ്, ബാക്കിയുള്ളവരൊക്കെ മനുഷ്യരാണ് കേട്ടോ.
അവരൊക്കെ ഭയങ്കര ബിസിയാണ്. ആൻഡ് ദർ ആർ സ്പേസ് വാക്സ് ടു ടേക്ക്. സ്പേസ് വാക്ക് അവിടെ പോയിട്ട് വേണം ബഹിരാകാശത്ത് നടക്കണം. അതുപോലെ തന്നെ ബഹിരാകാശത്ത് പോയിട്ട് സ്പേസിൽ പോയിട്ട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം. ബട്ട് വാട്ട് ക്യാൻ മീറ്റിയോർ ടു ഡു ടു ഹെൽപ്പ്? അപ്പോൾ എന്താണ് ഇവിടെ മീറ്റിയോർ ചെയ്യാൻ പോണത്? മീറ്റിയോർ എങ്ങനെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. Then, while answering emails, one of the astronaut notices a key to the control panel stuck between the monitors. അപ്പോൾ ഇവർ ആസ്ട്രോനോട്ട്സ് അവരുടെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇമെയിലൊക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആസ്ട്രോനോട്ട് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിക്കും. ഇവരുടെ കൺട്രോൾ പാനലിൻ്റെ വേണ്ട ഒരു കീ ഉണ്ട്, ഒരു താക്കോല്. ആ കീ എന്ത് ചെയ്തിരിക്കുകയാണ്? മോണിറ്ററുകളുടെ ഇടയിൽ സ്ട്രക്കായിരിക്കുകയാണ്, പെട്ടു. മോണിറ്ററിൻ്റെ ഇടയിൽ പോയിട്ട് കിടക്കേണ്ടത് സ്ട്രക്കായി കിടക്കുകയാണ്. അത് എടുക്കാൻ പറ്റണില്ല. ആൻഡ് ഹി ട്രൈസ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. ഇറ്റ് ആക്സിഡൻ്റലി അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും അത് ഇടയിൽ കൂടെ വീണ്ടും താഴേക്ക് പോയി. ആൻഡ് ദിസ് ഇസ് നോട്ട് ഗുഡ് സേസ് ദ കമാൻഡർ. അപ്പോൾ കമാൻഡർ പറയും, ഇത് ശരിയാവില്ല, ഇതെങ്ങനെ, നമുക്കത് വേണം, വി നീഡ് ദാറ്റ് കീ ബാക്ക്. ആ കീ തിരിച്ച് കിട്ടണം. വൺ ആസ്ട്രോനോട്ട് ട്രൈസ് ടു മൂവ് ദ മോണിറ്റർ, ഇറ്റ് ഡസൻറ്റ് ബഡ്ജ്. അപ്പോൾ ഒരു ആസ്ട്രോനോട്ട് ആ മോണിറ്റർ നീക്കിയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കി, അതും പറ്റിയില്ല. Another slips her fingers into the crack, but the key is stuck down too deep. വേറൊരാൾ വന്നിട്ട് ഫിംഗേഴ്സ് വെച്ച് വിരലുകൾ വെച്ചിട്ട് ആ ഒരു വിടവിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് എടുക്കാൻ നോക്കി, പക്ഷെ വീണ്ടും അത് ആഴങ്ങളിലേക്ക് പോയി. വൺ ഈവൻ ട്രൈസ് പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ ബട്ട് വിത്ത് നോ ലക്ക്. പിന്നെ ഒരു മെറ്റൽ പീസ് കൊണ്ട് അത് എടുക്കാൻ നോക്കി, പറ്റിയില്ല. നോ വൺ ക്യാൻ റീച്ച് ഇറ്റ്. ആർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല. The astronauts are getting worried, but as they discuss the problem, a tiny figure has an idea. Being the smallest is not a bad thing, Meteor says to himself. അപ്പോൾ ആസ്ട്രോനോട്ട്സ് ഒക്കെ ഇങ്ങനെ worried ആയിട്ട് ടെൻഷനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ, ബട്ട് ആസ് ദേ ഡിസ്കസ് ദ പ്രോബ്ലം, ടൈനി ഫിഗർ പറയുന്നത് ആരെയാണ്? നമ്മുടെ മീറ്റിയോറിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. മീറ്റിയോർ പറയുകയാണ്, ബീങ് ദ സ്മോളസ്റ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. ചെറുതായിരിക്കുക എന്നുള്ളതൊരു മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് സ്വയം മീറ്റിയോർ പറയും. എന്നിട്ട് മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. എന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ, അതായത് ഈ ഒരു മിഷനിൽ ഉപയോഗപ്പെടും. മീറ്റിയോർ സ്ക്യൂസസ് ഹിസ് വേ ഇൻ ടു ദ ക്രാക്ക്. മീറ്റിയോർ എന്ത് ചെയ്തു? ചെറുതായതുകൊണ്ട് തന്നെ ആ വിടവിൽ കൂടെ, ക്രാക്കിൽ കൂടെ അകത്ത് കയറി. അവിടെ ഇരുട്ടായിരുന്നു. ദ സ്പേസ് ഇസ് ഡാർക്ക് ആൻഡ് ക്രാംപ്ഡ്, ബട്ട് മീറ്റിയോർ sports the key and tugs at it with all his might. Hey, look at what our tiny friend has done. The commander says he saved the mission. Okay. അപ്പോൾ അവൻ അതിനകത്ത് കയറി ആ കീ ടഗ് ചെയ്ത് എടുത്തിട്ട് വന്നു. അപ്പോൾ കമാൻഡർ പറയണം, നോക്കൂ നമ്മുടെ ലിറ്റിൽ ടൈനി ഫ്രണ്ട് എന്താ ചെയ്തതെന്ന്. ഇവൻ നമ്മുടെ ഈ ഒരു മിഷൻ എന്ത് ചെയ്തു? സേവ് ചെയ്തു എന്ന് പറയാണ്. വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ടു എർത്ത്, മീറ്റിയോർ ഈസ് ഡിക്ലെയർ എ ഹീറോ. അങ്ങനെ ഈ ഷട്ടിൽ തിരിച്ചു വരികയാണ്. 14 ദിവസത്തെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തന്നെ ഈ ബഹിരാകാശ വാഹനം തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എത്തിയതിന് ശേഷം മീറ്റിയോറിനെ എന്ത് ചെയ്തു? ഒരു ഹീറോ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്, പ്രഖ്യാപിച്ചു. ഹി ഹാസ് ഈവൻ ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം. അവൻ എന്ത് ചെയ്തു? ഒരു യൂണിഫോം കൊടുത്തു. ഒരു ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കും, ഒരു ബ്രാൻഡ് ന്യൂ യൂണിഫോം കൊടുക്കും. ആസ്ട്രോനോട്ട്സ് ഒക്കെ ഇടുന്ന പോലെ, അതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു യൂണിഫോം ഒക്കെ കൊടുക്കും. ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ്ട്രോനോട്ട്. പിന്നെയോ അവന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കും, മൗസ്ട്രോനോട്ട്. ഓക്കെ, ഓൾ ദ ആസ്ട്രോനോട്ട്സ് ഷിയർ ആൻഡ് അപ്ലോഡ്. ബാക്കി എല്ലാ ആസ്ട്രോനോട്ട്സും എന്ത് ചെയ്യും? ക്ലാപ്പ് ചെയ്യും. ബട്ട് മീറ്റിയോർ ഈസ് ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ. അപ്പോൾ മീറ്റിയോർ എന്താ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇനി അടുത്ത വലിയ ഒരു മിഷൻ ഏതാണ് എന്നതിനെ കുറിച്ചിട്ടായിരിക്കും മീറ്റിയോറിൻ്റെ ചിന്ത. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൗസ്ട്രോനോട്ട് എന്നുള്ള ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. വളരെ ചുരുക്കിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും. ഇത് പാർട്ട് 1 ആണ്. അടുത്ത പാർട്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.